ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് മോർണിംഗ് വ്ലോഗായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗത അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പലവട്ടം ഈ അപ്പം കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മിഷുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിത് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോയാബീനാണ് കേട്ടോ, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അപ്പം ചുടുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇവിടെ നിൽക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പണിയൊക്കെ എടുത്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സോയാബീനിൽ അങ്ങനെ മസാലപ്പൊടികളൊന്നും അധികം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ച ചൂടോടെ തന്നെ ഞാനിതാ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അധികം പാത്രം ഉണ്ടാവും കേട്ടോ രാവിലെ. അപ്പോൾ ഈ പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെയാണല്ലേ നമുക്ക് കിച്ചണിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കണ കണ്ടാൽ നമുക്ക് എന്തോ ഒരു മടുപ്പ് തോന്നൂലേ കിച്ചണിൽ പണിയെടുക്കാൻ. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു സമാധാനമാണല്ലേ. അപ്പോൾ നമുക്കുള്ള സന്തോഷവും സമാധാനമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് സന്തോഷമൊക്കെ കിട്ടൂലേ. അപ്പോൾ അതിനുള്ള സമയമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും നല്ല തിരക്കിലായിരിക്കൂലേ. പൊതുവെ നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ അത്ര ഇതിൽ നോക്കൂലേ. വീട്ടിലുള്ള എല്ലാവരുടെ കാര്യം നമ്മൾ നല്ല പോലെ നോക്കും. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ പോയാൽ പറ്റൂ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇനി നോക്കണം. അപ്പോൾ ഏത് തിരക്കിനിടയിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഇത് അതിൻ്റെ പാത്രമോറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അവിടെ തുണ്ടും ഇതിനൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഇതാ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ മിഷുവിന് ഇത് അപ്പം ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷു ഇത് അവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ മിഷുവിന് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ഓനിങ്ങനെ മെനക്കെട്ടി ഇരുന്നിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ മിഷുവിന് ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനിത് വേഗം ആകൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ആകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ നല്ലൊരു വൃത്തിയായിരിക്കില്ലേ. തുടച്ചിട്ടില്ലെങ്കിലും പെട്ടെന്നൊന്ന് അടിച്ച് വാരിയാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദിലുവിൻ്റെ സമയമായപ്പോൾ ദിലു അങ്ങനെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മളെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ വേഗത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിഷു കാട്ടുന്ന പണി കണ്ടങ്ങൾ. അപ്പോൾ മിഷുവിന് താണ്ട പരിപാടി അടുപ്പിന്ന് വിറക് ഇങ്ങനെ വലിച്ചുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാനിതാ ചെറുപയറൊക്കെ കഴുകിയിട്ട് ഈ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ചോറ് വെന്ത അടുപ്പത്ത് തന്നെ പിന്നെ അത് വേഗം അടുപ്പത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മോനൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മോനിതാ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ മോന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ മിഷുവിനും ഒരു പൂതിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷുവിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ മോനിതാ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ അങ്ങനെ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂൾക്കാരൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം പിന്നെ ഞാനിത് വേഗത മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സൂത മീനാണ് കിട്ടിയത്. അപ്പോൾ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാലേ നമ്മൾ മീൻ പെട്ടെന്ന് വേവായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വലുതായിട്ട് കട്ട് ചെയ്താൽ പിന്നെ അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാത്തൊരു ചേലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകിയത് തന്നെയാണ്. എന്നാലും ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മസാല തേച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ മീൻ മസാല തേക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാനൊരു തക്കാളിൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ മീനിന്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തക്കാളിക്കൊക്കെ വിലയൊക്കെ നല്ല കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ പഴുത്തിങ്ങനെ പോകില്ലേ. അപ്പോൾ ഇങ്ങനെ തക്കാളിയൊക്കെ പഴുത്തതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മീനൊക്കെ പൊരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് നോക്കുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീരിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ തക്കാളി വെണ്ടക്ക കറിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീൻ നന്നായിട്ട് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനെ മീനിലൊക്കെ മസാല തേച്ച് വെച്ചിട്ട് പിന്നെ ഞാനിതാ വേഗം മിഷുവിനൊക്കെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓനെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നത്തെ പണി. അപ്പോൾ ഞാൻ പിന്നെ വെണ്ടക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വെണ്ടക്ക ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെണ്ടക്ക കറിയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവില്ലേ, നല്ല ടേസ്റ്റാണല്ലേ. അതുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ സാമ്പാർ പോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, ഇനി അല്ലാതെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വെണ്ടക്ക കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കറിക്കുള്ള വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മൾ കിച്ചണത്തെ പണി നമ്മൾ പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതാ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനിടയിൽ കറിയും തയ്യാറാക്കുന്നുണ്ട്, വെണ്ടക്ക കറി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാനിതാ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേഗം വെണ്ടക്ക കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടക്ക ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാനിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റിയാൽ നമ്മുടെ കറിക്ക് അധികം കൊഴുപ്പുണ്ടാവില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ലൊരു കൊഴുപ്പായിട്ട് വരും. അപ്പോൾ ഞാനിതങ്ങനെ വെണ്ടക്ക ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ ചോറ് വെന്ത അടുപ്പത്തിന് ചെറുപയർ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതവിടെ കടന്ന് വെന്തോളൂ. അപ്പോൾ ഞാനങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളെ ഈ വെണ്ടക്ക കറിക്ക്. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാട്ടിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ ഒരു ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ലൊരു പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ രാവിലത്തെ ചട്നിയൊക്കെ ഇത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചട്നി ഇവിടെ വല്ലാതെ പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇത് വെറുതെ കളയണ്ട. അപ്പോൾ ഞാനിത് കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് തേങ്ങക്കൊക്കെ ഇപ്പോൾ കുറച്ചൊരു ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടായി, പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് വെണ്ടക്ക കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറുപയറൊന്ന് തൂമിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് വേവായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാതും റെഡി ആയാൽ പിന്നെ ഞാനിത് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര തുടച്ചെടുത്താലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊരു തുടച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനലത്തോടെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും കഴിഞ്ഞാലും ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്ര തുടച്ചെടുത്താലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെള്ളം അതൊക്കെ ആവൂലേ. അപ്പോൾ അങ്ങനെ ഞാനിത് ഒരുവിധം എല്ലാം റെഡി ആയാൽ പിന്നെ ഞാനിങ്ങനെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലായിടത്തും തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെറുപയറും ഇതാ തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എല്ലാ അടുപ്പത്ത് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ചെറുപയർ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാനാണിത്. പിന്നെ ഞാനിത് അടുപ്പത്ത് ഇതാ കുറച്ച് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല നാടൻ ഫുഡിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.